ഇന്നത്തെ നമ്മുടെ വിഷയം അസിഡിറ്റി അഥവാ നെഞ്ചരിച്ചിൽ. ഇന്ന് പലരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നെഞ്ചരിച്ചിലും ഗ്യാസ് ട്രബിളും ഏമ്പക്കവും ഒക്കെ. ഇതൊക്കെ കാരണം അസിഡിറ്റി കാരണമാണ്. നമ്മുടെ ആമാശയത്തിൽ ഭക്ഷണം ദഹിപ്പിക്കാനായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോഴാണ് അസിഡിറ്റി അനുഭവപ്പെടുന്നത്. ഇതിന്റെ പ്രധാന കാരണം അമിതമായ എരിവ്, പുളി, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ എന്നിവയുടെ ഉപയോഗം അധികരിക്കുമ്പോഴാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴോ ദീർഘനേരം പട്ടിണി കിടക്കുന്ന സമയത്തും ഇത് അധികമായി കാണാം. പുകവലി, മദ്യപാനം, അമിതമായ കോഫി, ചായ എന്നിവയുടെ ഉപയോഗം കൂടുമ്പോഴും അസിഡിറ്റി ഉണ്ടാവാൻ കാരണമായി തീരും. അമിതമായ ടെൻഷൻ കാരണത്താലും ഭക്ഷണം കഴിച്ച ഉടനെയുള്ള കാരണത്താലും എതിർഭക്ഷണങ്ങൾ അഥവാ മത്സ്യമാംസാദികൾ പോലെയുള്ള വൈവിധ്യമാർന്ന എതിർഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും അസിഡിറ്റി വരാൻ കാരണമാകും. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞാണ് ഉറങ്ങേണ്ടത്. ഇങ്ങനെ അല്ല എങ്കിൽ ദഹന പ്രക്രിയ നടക്കാതിരിക്കുകയും അസിഡിറ്റി കൂടുകയും നെഞ്ചരിച്ചിലും ഗ്യാസും ഓക്കാനവും ഒക്കെ വന്ന് ഏമ്പക്കവും ഒക്കെ വന്ന് വലിയ ബുദ്ധിമുട്ടിലാണ് പിന്നീട് ഉള്ള അവസ്ഥ ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് അസിഡിറ്റിയെ മാറ്റിയെടുക്കാം. ഏതൊക്കെയാണ് മരുന്ന് എന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഥവാ 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ഒരു 4 വെളുത്ത ഉള്ളി, ജാതിക്കായുടെ ഒരു കഷ്ണം, പുതിന ഒരു 4 എണ്ണം, വലിയ ജീരകം 1/4 ടീസ്പൂൺ, ഇവയെല്ലാം ചതച്ച് 2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് 1.5 ഗ്ലാസ് ആക്കി വറ്റിക്കുക. അതിൻ്റെ ശേഷം ചെറു ചൂടോടെ അല്പം ഉപ്പിട്ട് 2 നേരം ആ കഷായം കുടിക്കുക. എന്നാൽ അസിഡിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ പ്രയാസവും നീങ്ങിക്കിട്ടുന്നതാണ്. അതുപോലെ പുളി കുറഞ്ഞ നാടൻ പച്ചമോര്, അതിലൊരൽപ്പം ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി അരിഞ്ഞത്, വെളുത്ത ഉള്ളി ഒരു 2 എണ്ണം ചതച്ചത്, ഒരു 4 പുതിന ഇല, ഒരൽപ്പം കറിവേപ്പില, ഇവയെല്ലാം ചെറുതായി അരിഞ്ഞെടുത്ത് മോരിൽ ശരിക്ക് കലക്കി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അല്പം ഉപ്പിട്ട് അരിച്ചിട്ട് ഭക്ഷണത്തോടു കൂടെ കഴിക്കാം. ഏറ്റവും നല്ലത് ഉച്ചഭക്ഷണത്തോടു കൂടെയാണ്. ഇങ്ങനെ നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ പ്രയാസങ്ങളും തീർന്നു കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണത്തിന്റെ അമിതമായ ഉപയോഗം കൊണ്ടും പട്ടിണി കിടക്കുന്നതിന്റെ കാരണത്താലുമാണ് അസിഡിറ്റി കൂടുക. എല്ലാവരും ഈ റെമഡികൾ ഉപയോഗിക്കുക. പ്രയാസങ്ങൾ നീങ്ങട്ടെ. വീണ്ടും കാണാം.